വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് നമ്മൾ വ്ലോഗ് എന്താ വെച്ചാൽ ജേർണൽ സപ്ലൈസ് മേക്കിംഗ് ആണ്. അപ്പം ഞാൻ എടുത്തത് ഇവിടെ യെല്ലോ കളറാണ്, ഞാൻ എടുത്തത് പിങ്ക് കളറാണ്. പിന്നെ നമുക്ക് കുറേ ചെയ്യണം വിചാരിക്കുന്നത്, പ്ലാൻ ചെയ്യാൻ കിട്ടിയത്. ഞാൻ വരയ്ക്കുന്നത് ഹാർട്ടാണ്, ഞാൻ വരയ്ക്കുന്നത് സർക്കിളാണ്. ഓക്കെ, നമുക്കിത് വരയ്ക്കാം. എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ കസിനാണ്, അവളുടെ പേരാണ് ഫാത്തിമ ജന്ന. അപ്പോൾ അത് പറയാൻ മറന്നുപോയതാണ് അവന്. പിന്നെ ഇവളമ്മയും എൻ്റെ അമ്മയും ഫ്രണ്ട്സാണ്, ക്ലാസ്മേറ്റ്സ് ആണ്, ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെ പിന്നെ കസിൻസും ആണ്, കുടുംബവുമാണ്. അപ്പം ഗൈസ് നമുക്ക് വരയ്ക്കാം. പിന്നെ എനിക്ക് വേറെ കാര്യം കൂടി പറയാൻ മറന്നായി. എൻ്റെ കസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയും അവളെ അനിയത്തിയാണ്. നല്ല ക്യൂട്ടാണ് അവളെ കാണാൻ. അവളുടെ പേരാണ് ഇഷ മാസിൻ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് ഇന്നലെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓളമ്മൊക്കെ സെൻഡ് ചെയ്തപ്പോൾ ഓള് പറയാണ് ഞാനും വ്ളോഗ് എടുക്കാൻ വരട്ടെ. പിന്നെ അക്കൗണ്ടിൻ്റെ പേര് ഫസാസ് ഗ്രാഫ്റ്റ് ആണ്. അപ്പം നമ്മളിത് അവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൂ കളർ പെന്നും ഞാൻ ബ്ലാക്ക് കളർ പെന്നും. ഞാൻ ജെല്ലാണ് എടുത്തത്, ഞാൻ നോർമൽ പെൻ. കാരണം അതിൽ ജെല്ലാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വരയ്ക്കുന്നൊരു ലീഫാണ്, ഇവിടെ വരയ്ക്കുന്നൊരു ലീഫ് തന്നെയാണ്. അപ്പം ഗൈസ് നമുക്കത് ഫ്രൈറ്റ് വരയ്ക്കാം. പിന്നെ ഗൈസ് എൻ്റെ വീട് അതിനെ കുറച്ചും കൂടി പോയാൽ നമ്മൾ നെയ്ബേഴ്സും ആണ് കേട്ടോ. അപ്പം ഫ്ലവേഴ്സ് ലീഫ് വരയ്ക്കാൻ അത്ര പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് വരച്ചു. പക്ഷെ കുറച്ച് വലിയ മെനക്കെടണം, എന്നാലും അടിപൊളിയാണ്. ഇത് ചിലവർക്ക് ഇങ്ങനെ ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ജീവനായിരിക്കും. അപ്പം ഗൈസ് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. സംസാരിച്ച് അങ്ങനെ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജേർണൽ ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ്. ഇങ്ങനെ ജേർണലിൽ എന്തെങ്കിലും അൺബോക്സ് ചെയ്യാനൊക്കെ അൺബോക്സിങ്. ഇതിൽ പിന്നെ ഗ്രാഫ്റ്റ് മാത്രമല്ല എല്ലാം വരും. നമുക്കിത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഫൈനലായിട്ട് കാണാം. അതാണ് നമ്മൾ വരച്ചത്, ഫസ്റ്റ് വരച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തത് വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നത് വാട്ടർമെലൺ ആണ്. ഞാൻ വരയ്ക്കുന്നത് ക്യാരറ്റ് ആണ്. യെസ്, അതിന് വാട്ടർമെലൻ്റെ റെഡ് ഫസ്റ്റ് വരയ്ക്കാം. അപ്പോൾ അതാ വാട്ടർമെലൺ വരച്ചിട്ടുണ്ട്, ക്യാരറ്റ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല സിമ്പിളാണ്, ആർക്കായാലും വരയ്ക്കാം. അത് സിമ്പിൾ, കുട്ടികൾക്ക് വരെ വരയ്ക്കാൻ പറ്റും, അത്രയും സിമ്പിളാണിത്. നമ്മളെപ്പോലെ വരയ്ക്കാത്ത അറിയാത്തവരൊക്കെ ഇങ്ങനത്തൊക്കെ വരച്ച് പഠിച്ചാൽ. ഇപ്പുറത്ത് എൻ്റെ കസിൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്ന കുട്ടിയാണ്, അവളെ അനിയത്തിയാണ്. ഹാർട്ട് ഷേപ്പുള്ള നമ്മളെ പോലെ ചെയ്തതാണ്. കുട്ടികൾ നമ്മൾ ചെയ്ത് കണ്ട് പഠിക്കും. നമ്മളിത് ഫൈനലായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിനി ബ്ലാക്ക് കൊടുക്കട്ടെ, അവളൊരു ഗ്രീൻ കൊടുക്കും. വലിയ രസമൊന്നുമില്ല വാട്ടർമെലൺ. എനിക്ക് ഏറ്റവും വലിയ ക്യൂട്ടായിട്ടുള്ളത് പാത്തുവിൻ്റെതാണ്. നമ്മൾ വിളിക്കുക പാത്തു എന്നാട്ടോ അവളെ. എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് പാത്തു എന്നാണ്. അനിയത്തിനെ വിളിക്കുക നെച്ചു. അപ്പം നമ്മളെ ഫ്ലാറ്റ് വരച്ചിട്ടുണ്ട്. അങ്ങനെ വാട്ടർമെലൺ ഫൈനൽ ഇതാ ഇങ്ങനത്തെ ഒരു കോലായിക്കണം. ഫസ്റ്റ് ഇങ്ങനത്തെ കോമഡി ഉണ്ട് കാണാൻ, എൻ്റെ കണ്ണ് പോലെ ഉണ്ട് എല്ലാവർക്കും. നമ്മളിതാ ഫൈനലായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞു. നമുക്കിത് ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ അത്രയോട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കും. ബൈ.